ചാലക്കുടി കൊരട്ടി ചിറങ്ങര ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയം. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബേസ്മെന്റ് നിർമ്മാണത്തിന് കെട്ടിയ കമ്പികൾ ഭാഗികമായി പൊളിച്ചുമാറ്റി. കമ്പികൾ പാകിയത് അശാസ്ത്രീയമാണെന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സ്ഥലത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് മൂലം യാത്രക്കാർ ദുരിതത്തിലാണ്. സ്ഥലം സന്ദർശിക്കാനെത്തിയ കളക്ടറും ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ചാലക്കുടി ചിറങ്ങര ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തിനൊപ്പം യാത്രാ ദുരിതം ഒഴിവാക്കാനുള്ള ബദൽ സംവിധാനങ്ങൾ പരിശോധിക്കാനാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എത്തിയത്. എന്നാൽ ചിറങ്ങരയിലെ ഗതാഗതക്കുരുക്കിൽ കളക്ടർ കുരുങ്ങി. ഇതോടെ പ്രദേശത്തെ യാത്രാക്ലേശം കളക്ടർക്ക് നേരിട്ട് ബോധ്യമായി. 2 ദിവസത്തിനുള്ളിൽ വാഹനങ്ങൾ മറ്റ് ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട ഗതാഗതം സുഗമമാക്കണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം. വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഡൈവേർഷൻസ് സംവിധാനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ പറ്റുമെങ്കിൽ ഇന്നും നാളെ ആയിട്ട് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള അപ്പോൾ ലൈറ്റ് വെഹിക്കിൾസിനാണ് നോക്കുന്നത്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കടക്കം പരാതിയുണ്ട്. ബദൽ റോഡുകൾ ഒരുക്കാതെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളുടെയും മറ്റുള്ള മിക്സുകളുടെയും ഒക്കെ ഞങ്ങൾക്ക് പല അപാകതകളും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഈ ബ്ലോക്കിൽ കിടക്കേണ്ടത്. ഒരു പാസഞ്ചർ നാഷണൽ ഹൈവേ കൂടെ 30 കിലോമീറ്റർ പോകണമെങ്കിൽ ആകെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് എത്താവുന്ന സാധനം ഇന്ന് 2 മണിക്കൂറാണ്. അതും ടോൾ റോഡിൽ. ബദൽ മാർഗം സ്വീകരിച്ചിട്ട് ബാക്കി നിർമ്മാണ പ്രവർത്തനം നടത്താവൂ. നിർമ്മാണം പൂർത്തിയാക്കിയ ഉടനെ സ്ലാബുകൾ തകരുന്നതും അടിപ്പാതയുടെ പ്രധാന ഭാഗത്തെ കോൺക്രീറ്റിനായി കെട്ടിയ കമ്പികൾ വീണ്ടും അഴിക്കേണ്ടി വന്നതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. MLA അടക്കമുള്ളവരാണ് സംഭവത്തിൽ പ്രതിഷേധിച്ചത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ രോഗിയുമായി എത്തുന്ന ആംബുലൻസുകൾ പോലും ഏറെ നേരം ഇവിടെ ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കരാർ കമ്പനിയുടെ ആളുകൾ മാത്രമാണ് വിലയിരുത്തുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ പങ്കുവച്ചു. ടോൾ നൽകി യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേയിൽ മണിക്കൂറുകൾ വേണം ഈ റോഡൊന്ന് കടന്നു കിട്ടാൻ. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണമാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. കൃത്യമായ രീതിയിലുള്ള ഗതാഗത സംവിധാനം ഏർപ്പെടുത്തിയിട്ട് വേണം ഈ അടിപ്പാത നിർമ്മാണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. സുജി പട്ടാമിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.